ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സന്തോഷം ഇല്ലാത്തവരും ഡോണ്ട് വെറി, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ആരും നമുക്ക് കൊട്ടയിൽ സന്തോഷമൊന്നും വിൽക്കാൻ കൊണ്ടുവന്ന് തരില്ല. സോ ബി ഹാപ്പി ഫോർ വാട്ട് വി ആർ എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടന്നാലോ? ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ തേങ്ങ വറുത്തരച്ച മീൻചാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇന്ന് അമ്മ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 1.5 തേങ്ങ ചിരകി വെച്ചതാണ് കേട്ടോ അത്. പിന്നെ ഒരു പിടി ഉള്ളി, ഒരു 4-5 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി. ഇത്രയാണ് തേങ്ങ വറുക്കാനായിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് മീൻചാറിൻ്റെ കൂട്ടല്ല, മീൻചാറിൻ്റെ കൂട്ട് അടുത്തത് വരും. ഇത് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാനുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനുമാണ് നമ്മൾ എടുത്തു വെച്ച തേങ്ങ അങ്ങ് കൊട്ടുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ തേങ്ങയുടെ ഓരോ സ്റ്റേജും ഞാൻ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി തോന്നും നിങ്ങൾക്ക്. പക്ഷേ ഞാനത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം തേങ്ങ മുരിയണം എന്നുള്ളത് അറിയിക്കാനാണ് കേട്ടോ. അതിനുശേഷം 3 സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 4 സ്പൂണ് മുളക് പൊടിയും, 1 സ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലകൾ നന്നായിട്ട് മൊരിയാൻ പാകത്തിന് വീണ്ടും വറുത്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവം ആവണം ശരിക്കും ഈ തേങ്ങ വറുക്കുന്ന സമയത്ത്. ഇതിന് തന്നെ അടിപൊളി മണമാണ്. നമുക്ക് ആ മണത്തിലറിയും തേങ്ങ പ്രിപ്പയർ ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ടച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ മീൻചാറിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കൂട്ട്. അപ്പോൾ ആ കൂട്ട് റെഡിയായി. ഇനി നമുക്ക് മീൻചാർ ഒന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അമ്മ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല കട്ട്ള മീനാണ്. നമുക്കിവിടെ ഡാമിൽ നിന്ന് കിട്ടുന്ന മീനിനെയാണ് നമ്മൾ കട്ട്ള എന്ന് പറയുക. ഇനി മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് ഡാം മീനാണ് കേട്ടോ. പിന്നെ കുറേ അധികം ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി, ഒരു 4-5 ഉള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് താളിക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം താളിക്കാനുള്ള ഉള്ളി കൊട്ടിയ ശേഷമാണ് നമ്മൾ പിന്നീട് ഇത്രയും ഉള്ളി വേറെ ഇടുക. പിന്നെ ഒരു 2 ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി, പച്ചമുളക് ഇത്രയും കുറച്ചിട്ട് അടിച്ച പേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും തക്കാളിയും. അപ്പോൾ നമ്മൾ തക്കാളി എടുത്തത് ഒരു 4 എണ്ണമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പേസ്റ്റും, നമ്മുടെ തേങ്ങ അരച്ച പേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല മൺചട്ടി വെച്ച് അതിനകത്ത് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം നമ്മൾ തേങ്ങ വറുക്കാൻ നേരത്ത് വെളിച്ചെണ്ണയും ചാറ് വെക്കാൻ നേരത്ത് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ വറുത്തരച്ച ചാറ് നല്ലെണ്ണയിൽ തന്നെ വെക്കണേ. എന്നിട്ട് കുറച്ച് ഉലുവയും ഈ കറിവേപ്പിലയിട്ട് ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനുമാണ് നമ്മൾ ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി ഇടുന്നത് കേട്ടോ. സോ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ നീളത്തിൽ അരിയരുത്, വട്ടത്തിൽ തന്നെ അരിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ ആ ഒരു മൊരിഞ്ഞ് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ കൂടിയിട്ട് അടിച്ച് വെച്ച പേസ്റ്റ് അതിനകത്തിട്ടു. അതിന് ശേഷം അതും ഒന്ന് മൊരിഞ്ഞ ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും പിന്നെ ആ പച്ചമുളകും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്ര കണ്ട് എണ്ണയിൽ കിടന്ന് മൊരിയണ്ട, ഒന്ന് വയറ്റി കിട്ടിയാൽ മതി. പിന്നെ ആവശ്യത്തിന് കല്ലുപ്പിടുക. കല്ലുപ്പ് തന്നെ നിങ്ങൾ ഇട്ടോളം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ്, പൊടിയുപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയുപ്പ് ഇടാം കേട്ടോ. അപ്പം ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും അടിയൊക്കെ ഉണ്ടാക്കി വീട്ടിലിങ്ങനെ ഇരിക്കാൻ നേരത്ത് അമ്മ എന്നെ വന്ന് സമാധാനിപ്പിക്കത്തൊന്നുമില്ല. നേരെ അടുക്കളയിൽ കയറി ഇങ്ങനെ ഒരു വറുത്തരച്ച മീൻചാറും ഇട്ട് നല്ല മട്ടേരി ചോറിൻ്റെ കൂടെ ഈ മീൻചാറും കൂടെ തന്നു കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യം കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എനിക്ക് നല്ല ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെസ്സ് കുറയും, അല്ലെങ്കിൽ
നല്ലൊരു ഫീൽ ഗുഡാണ് എനിക്ക് നല്ല ഫുഡ് കിട്ടുന്ന സമയത്ത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ വയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റും ഈ പുളിയുടെ പേസ്റ്റും നമ്മളിടുന്നത്. പിന്നെ അതിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് കലക്കി അത് ഒഴിച്ചതാണ് കേട്ടോ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത്. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അമ്മ വീണ്ടും വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എത്രമാത്രം ആ ഒരു ചാറിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അപ്പം വെള്ളമൊക്കെ ആഡ് ചെയ്ത ശേഷം നമ്മളത് അടച്ച് വെച്ച് തിളപ്പിക്കണം. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ കച്ചവടം ഞാൻ നടത്തുന്നുണ്ട്. അതായത് നല്ല അസൽ മൺചട്ടികളുടെ ഒരു സെയിൽ ഞാൻ വീട്ടിൽ വെച്ച് ചെയ്യാറുണ്ട്. അപ്പം ഈ മൺചട്ടിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നല്ല ബീഫ് റോസ്റ്റ് ഇതുപോലെ നല്ല വറുത്തരച്ച് ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മൺചട്ടികളിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ സ്വാദ് കൂടുക. അപ്പം ഞാൻ വീട്ടിൽ നോർമലി 2-3.5 ലിറ്ററിൻ്റെ മൺചട്ടികൾ സെയിൽ നടത്തുന്നുണ്ട്. അഫോർഡബിൾ പ്രൈസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ആഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ മീൻ ചാറ് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീനൊക്കെ അതിനകത്ത് എടുത്തിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കരണ്ടി കൊണ്ടൊന്ന് മുക്കി കൊടുക്കുക കേട്ടോ, പൊട്ടിക്കരുത് മീനെ. അതിനുശേഷം നമ്മൾ തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേനും തന്നെ ഈ മീനൊക്കെ ഒന്ന് വെന്ത് തുടങ്ങും. അപ്പോൾ ഇടയിലൊന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൂടി ഒന്ന് മാറ്റി ചെറിയൊരു സ്പൂൺ വെച്ച് ഒന്ന് അടിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയൊക്കെ മേലെ തെളിയും. അപ്പോൾ ഞാനിതിൻ്റെ അമ്മ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കുറച്ച് കയ്യിൽ കൊണ്ടാന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന കേട്ടോ ഈ കണ്ടത്. അങ്ങനെ എനിക്ക് കഴിച്ചു നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മട്ടനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെന്തോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹോബി. അപ്പം നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മീൻകറിയുടെ ലുക്ക് കേട്ടോ. നല്ല എണ്ണയൊക്കെ മേലെ അങ്ങ് തെളിഞ്ഞു പോവും. അപ്പം ഞാനൊരു ചെറിയ മീൻ കഷ്ണം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മീൻ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, സോ പൊട്ടാതെ എടുക്കണേ. അപ്പോൾ നല്ല നാടൻ തേങ്ങ വറുത്തരച്ച് കട്ട്ല മീൻ ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ വരച്ച ഒരു മീൻ ചട്ടിയും കൂടെ കാണിച്ചു തരാം കേട്ടോ. അത് ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ ഒന്ന് പറയണേ. സോ താങ്ക് യു, ബൈ.